ഹായ് ഓൾ, എല്ലാവർക്കും നിൽസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം നോക്കാം. എന്താണ് സിസ്റ്റം? നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് സിസ്റ്റങ്ങളുണ്ട്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് സിസ്റ്റം? നമ്മളിപ്പോൾ ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് നമ്മളിപ്പോൾ ഏത് പാർട്ടാണോ സ്റ്റഡി ചെയ്യുന്നത് അതിനെയാണ് എന്ത് വിളിക്കുക? ഇപ്പോൾ ഞാനൊരു ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു. ഓക്കെ, അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? അപ്പൊ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ സിസ്റ്റം ആണ് ഇത്, അല്ലേ? അപ്പൊ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തായിരിക്കും? അത് സറൗണ്ടിങ് ആണ്. അല്ല, നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ് കൂടിയതാണ് ഏത്? യൂണിവേഴ്സ്, അല്ലേ? ആണെങ്കിൽ സപ്പോസ് നമ്മൾ എന്താണ് ഇപ്പൊ ഗ്യാസിൽ വെള്ളം തിളപ്പിക്കുകയാണ്, അല്ലേ? അപ്പൊ അവിടെ നിങ്ങൾക്കറിയാം അവിടെ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, ഹീറ്റിന് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ആ കപ്പിലുള്ള വെള്ളം ഇപ്പൊ തിളക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിലേക്ക് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ഉണ്ടല്ലോ. അതുപോലെ ഇപ്പൊ ഇതിലെ H2 മോളിക്കൂൾ ഇപ്പൊ ഈ ലിക്വിഡ് ഗ്യാസായി മാറുന്നൊക്കെ എന്തായി മാറുന്നത്? അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഇവിടെ ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് മാറ്റർ ആൻഡ് എനർജി. ഇവിടെ എനർജിയും അതുപോലെ മാറ്റർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് തന്നെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പോ ഈ വെള്ളം തന്നെ തിളപ്പിക്കുന്നത് ഒരു പാത്രം അടച്ചിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കുന്നതെങ്കിൽ അവിടെ മാറ്ററിന്റെ എക്സ്ചേഞ്ച് നടക്കുമോ? ഇല്ല. പക്ഷെ എന്നാലും കുറച്ച് ഗ്രാജുവലി അതിൽ നിന്ന് എനർജി ലോസ് ആകുന്നുണ്ട്, ഇല്ലേ? അപ്പോ ക്ലോസ്ഡ് സിസ്റ്റം പറഞ്ഞാൽ എന്താ? അവിടെ എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, പക്ഷെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഞാൻ പാത്രം അടച്ചിട്ട് നമ്മൾ എന്ത് ബോയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ അത് ക്ലോസ്ഡ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. അതേപോലെ സ്റ്റീം എഞ്ചിൻ, ഓക്കെ, സീൽഡ് സ്റ്റീം എഞ്ചിനൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം? അവിടെ എനർജിയുടെ ട്രാൻസ്ഫറും നടക്കുന്നില്ല, അതുപോലെ മാറ്ററിന്റെ ട്രാൻസ്ഫറും നടക്കുന്നില്ല, ഇല്ലേ? അതായത് സിസ്റ്റവും സറൗണ്ടിങ്ങും ആയിട്ട് എനർജി ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മാറ്ററിന്റെ ട്രാൻസ്ഫറോ നടക്കാത്തതാണ് ഏത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിള് തെർമോസ് ഫ്ലാസ്ക്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എക്സ്ചേഞ്ച് മാറ്ററിന്റെ അതുപോലെ എനർജിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അങ്ങനത്തെ സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. നമ്മൾ സറൗണ്ടിങ് പറഞ്ഞാൽ സറൗണ്ടിങ് പറഞ്ഞാൽ എന്താ? എവറിത്തിങ് ഔട്ട്സൈഡ് സിസ്റ്റം. ഇപ്പൊ ഇതാണ് എന്റെ സിസ്റ്റം എങ്കിൽ ഇതിന്റെ ബാക്കി പുറത്തുള്ള കംപ്ലീറ്റ് എന്താണ്? സറൗണ്ടിങ് ആണ്, അല്ലേ? പിന്നെ ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, ആ ബൗണ്ടറിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ, ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ തെർമോഡൈനാമിക്സിൽ ഇമ്പോർട്ടന്റ് ആയ ഇതാണ് സ്റ്റേറ്റ് വേരിയബിളും അതുപോലെ സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. അതെന്താണ്? നമുക്കറിയാം. അതായത് ഇപ്പോ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, പിന്നെ ഇനി പഠിക്കുന്ന എൻട്രോപ്പി ആവട്ടെ, എൻതാൽപ്പി, ഇന്റേണൽ എനർജി, ഗിബ്സ് ഫ്രീ എനർജി, ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ആ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിള് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, പിന്നെ നേരത്തെ പറഞ്ഞ ഇപ്പം എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്റ്റേറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ആണ് ഏത്? സ്റ്റേറ്റ് വേരിയബിൾസ്. ഇനി പാത്ത് ഫംഗ്ഷൻ എന്താണ്? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ സിസ്റ്റത്തിലെ എന്താ പറയാ, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ശരിക്കും എന്താണ്? അവിടെ ആ സിസ്റ്റത്തിൽ ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ വർക്ക് ആവട്ടെ, ഹീറ്റ് ആവട്ടെ, ഓക്കെ, വർക്ക്, ഹീറ്റ്, ഇതൊക്കെ എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. കാരണം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഫോളോഡ് ബൈ ദ സിസ്റ്റം. ഓക്കെ, പാത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പാത്ത് ഫംഗ്ഷൻ.
അതുപോലെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ. അപ്പൊ ഇത് എന്തായാലും വൺ വേർഡിനൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ പാത്ത് ഫംഗ്ഷൻ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടില്ല. പാത്ത് ഫംഗ്ഷൻ ഏതൊക്കെയേ ഉള്ളൂ? നമ്മുടെ ഹീറ്റും വർക്കും എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. ബാക്കി മിക്കതും ഏതാണ്? സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. ഇനി അടുത്തത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഇപ്പോ ഞാൻ എൻ്റെ സിസ്റ്റം ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇപ്പൊ എൻ്റെ ആദ്യം ഇനീഷ്യൽ ഉണ്ടായിരുന്ന സിസ്റ്റം. ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഈക്വലായി ഡിവൈഡ് ചെയ്തു. അതായത് ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വിചാരിച്ചോളൂ. അപ്പൊ ഈ കേസിൽ ആദ്യം ഉണ്ടായിരുന്ന മാസ്, ഇതാണ് ഫസ്റ്റത്തെ സിസ്റ്റത്തിന്റെ മാസ് എങ്കിൽ ഞാൻ ഇതിന് രണ്ടായി ഡിവൈഡ് ചെയ്തപ്പോൾ ഇതിന്റെ മാസ് നിങ്ങൾ പറയൂ, മാസ് എന്തായാലും പകുതി ആയിട്ടുണ്ടാവില്ലേ? പകുതി ആയിട്ടുണ്ടാവും. ഇവിടെ m/2 ആയിട്ടുണ്ടാവും, ഇതും m/2 ആയിട്ടുണ്ടാവും. അതുപോലെ ഇവിടുത്തെ ഇനീഷ്യൽ ഉണ്ടായിരുന്ന വോളിയം, അതുപോലെ ഞാൻ ഇതിനെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ വോളിയം എന്തായി മാറി? അതും പകുതിയെ മാറിയില്ലേ? മാറി. അതായത് ചുരുക്കി പറഞ്ഞ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഇതിന്റെ മാറ്ററിനെ മാറ്ററിന്റെ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് മാസ് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതായത് അവിടുത്തെ ആ സിസ്റ്റത്തിൽ ആ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി പകുതിയാണെങ്കിൽ അതിന്റെ മാസും പകുതിയാവും, വോളിയം പകുതിയാവുകയാണെങ്കിൽ വോളിയം പകുതിയാവും. മനസ്സിലായല്ലോ? അപ്പോ അവിടുത്തെ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്ത് വിളിക്കുക? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് എക്സ്റ്റെൻസീവും ഇന്റൻസീവും. അപ്പൊ എക്സാമ്പിൾ നോക്കൂ: മാസ്, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഹീറ്റ് കപ്പാസിറ്റി, പിന്നെ ടോട്ടൽ ചാർജ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. മാറിപ്പോകരുത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് ഏത്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ. അതായത് ഇപ്പൊ ഒരു സിസ്റ്റത്തിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എന്റെ ഇനീഷ്യൽ സിസ്റ്റം, എ എന്നുള്ള സിസ്റ്റം. ഓക്കെ, ഇനി ഞാൻ അതിനെ പകുതിയാക്കി, ഇപ്പൊ 2 പാർട്ടാക്കി, ബിയും സിയും ആക്കി വിചാരിച്ചോളൂ. അപ്പൊ ഈ കേസിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ T ആയിരുന്നു. അത് ഞാൻ ഇപ്പൊ അതിനെ, ആ സിസ്റ്റത്തിനെ എനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ടെമ്പറേച്ചർ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ബിയിലും സിയിലേക്ക് ടെമ്പറേച്ചർ മാറുന്നുണ്ടോ? ഇല്ല, മാറുന്നില്ല. അതുപോലെ ഇവിടുത്തെ പ്രഷർ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇനീഷ്യൽ ഉണ്ടായിരുന്ന പ്രഷറും അതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്രഷറൊക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് ഇവിടുത്തെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആണ് ഏത്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, so intensive properties are properties that do not depend on the amount of matter in the system, that are called intensive properties. They remain same for the whole system or any part of it. Okay, examples നോക്കൂ: കോൺസെൻട്രേഷൻ, മോളാർ വോളിയം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് മാറിപ്പോരുത്. നേരത്തെ പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, ദെൻ സർഫസ് ടെൻഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, ഇതൊക്കെ എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേറെ ഐഡിയ ഉള്ളത്, നമുക്ക് എന്ത് ചെയ്യാം? 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിനെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു ഇന്റൻസീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നോക്കുക, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണല്ലോ. മാസ് ബൈ വോളിയം ആണ്. നമുക്കറിയാം മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, അതുപോലെ വോളിയം എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്, അല്ലെ? അപ്പൊ ഇതിന്റെ റേഷ്യോ എന്താണ് കിട്ടുന്നത്? ഡെൻസിറ്റി റോ എന്താണ്? അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഇനി അതുപോലെ മോളാർ വോളിയം കൺസിഡർ ചെയ്ത് നോക്കൂ. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം പെർ നമ്പർ ഓഫ് മോൾസ് ആണ്, അല്ലെ? ഇവിടെ വോളിയം അതുപോലെ നമ്പർ ഓഫ് മോൾസ് എന്താണ്? 2 എക്സ്റ്റെൻസീവ് ആണ്. അപ്പൊ അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞപ്പം മോളാർ വോളിയം എന്തായി മാറി? അത് ഇന്റൻസീവ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്റ്റെൻസീവും ഇന്റൻസീവും ഓർത്തു വെക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഹീറ്റിന് ട്രാൻസ്ഫർ നടക്കുന്നത് മെയിൻ ആയിട്ട് 3 മോഡിലൂടെയാണ്. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഇതില് ഓരോന്നും അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം, അതുപോലെ അതിൽ വരുന്ന നിയമങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പൊ ആദ്യം കണ്ടക്ഷൻ. അപ്പൊ കണ്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നത് പറയൂ. കണ്ടക്ഷൻ മെയിൻ നടക്കുന്നത് ഏതിലായിരിക്കും? ഗ്യാസിലാണോ അതോ സോളിഡിലാണോ? നമുക്കറിയാം കണ്ടക്ഷൻ നടക്കുന്നത് മെയിൻ ആയിട്ട് സോളിഡ്സിലാണ് അല്ലേ? അതായത് മെറ്റൽസിലൊക്കെ മെയിൻ ആയിട്ട് ഹീറ്റിന്റെ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പൊ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ മെറ്റീരിയൽ വിത്തൗട്ട് എനി മൂവ്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ ആസ് ഹോൾ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു അലുമിനിയം കമ്പി എടുത്ത് ചൂടാക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു സൈഡ് വെട്ടത്ത് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ അലുമിനിയം പാർട്ടിക്കിൾസ് മൊത്തം മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, മൂവ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ എന്താണ്, ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇവിടെ മെറ്റീരിയലിന്റെ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല, ഇല്ലല്ലോ. അപ്പൊ അതാണ് കണ്ടക്ഷൻ എന്നുള്ളത് മെയിനായിട്ട് കാണിക്കുന്നത് ഏതാണ്? മെറ്റൽസ് ആണ്, അല്ലെങ്കിൽ സോളിഡ്സിലാണ് കണ്ടക്ഷൻ കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ചോദിച്ചാൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ മോളിക്കുലാർ വൈബ്രേഷൻ ആൻഡ് ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ്. ഓക്കെ, മോളിക്കുലാർ വൈബ്രേഷനിലൂടെ അതുപോലെ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റിലൂടെയാണ് എന്ത് കണ്ടക്ഷൻ നടക്കുന്നത്. ഇനി കണ്ടക്ഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഒരു ലോ ആണ് ഫോറിയേഴ്സ് ലോ, അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടക്ഷൻ. ഫോറിയേഴ്സ് ലോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഓക്കെ, ഏരിയ അല്ലെങ്കിൽ അവിടുത്തെ സർഫസിന്റെ ഏരിയക്ക് എന്ത്, അത് പ്രൊപ്പോർഷനിലാണ്. ദെൻ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അത് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താ അവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, ഡി ടി ബൈ ഡി എക്സ് ആണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പോ അത് പറയുന്നതാണ് ഇത് ലോ ഓഫ് കണ്ടക്ഷൻ, അല്ലെങ്കിൽ ഫോറിയേഴ്സ് ലോ. അപ്പോ ഈ പ്രൊപ്പോർഷണലി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ഒരു കോൺസ്റ്റന്റ് കൊടുക്കും, അതാണ് കെ, അതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, നമുക്ക് ഒരു ഇക്വേഷൻ പോലെ ഇതാണെങ്കിൽ ലോ ഓഫ് കണ്ടക്ഷൻ ക്യൂ ഈക്വൽ ടു കെ എ ടി വൺ മൈനസ് ടി ടു ബൈ എൽ. ഇവിടെ ക്യൂ എന്താ? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, പിന്നെ ഇവിടെ കെ എന്താണ്? കെ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. എ ക്രോസ് സെക്ഷണൽ ഏരിയ, എൽ എന്നുള്ളത് ലെങ്ത്, ദെൻ ടി വൺ മൈനസ് ടി ടു എന്നുള്ളത് എന്താ? ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, അത് ജസ്റ്റ് ഇക്വേഷൻ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാവും. ലോ ഓഫ് കണ്ടക്ഷൻ നമുക്കറിയാലോ, എന്തായാലും ഏരിയ കൂടുന്തോറും അവിടുത്തെ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടിയില്ലേ? കൂടും. അതുപോലെ ഇതിന്റെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് കൂടുകയാണെങ്കിലും എന്താണ് സംഭവിക്കുക? അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുക തന്നെയാണ് ചെയ്യുക. ഇനി അടുത്തതാണ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ബൈ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ബൈ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളിപ്പം എന്താ പറയാ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ്, ഇതിലാണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിലാണ് മെയിൻ ആയിട്ട് കൺവെക്ഷൻ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് വെച്ചാൽ നേരത്തെ ഇപ്പൊ കണ്ടക്ഷനിലാണെങ്കിൽ അവിടെ എന്താണ് ആ മാറ്ററിന്റെ മൂവ്മെന്റ്, ആക്ച്വൽ മൂവ്മെന്റ് നടന്നിട്ടില്ല. പക്ഷെ കൺവെക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, ഇല്ലേ? അതായത് ലിക്വിഡ് ആവട്ടെ, ഗ്യാസ് പാർട്ടിക്കിൾ ആവട്ടെ, ഇതിന്റെയൊക്കെ മൂവ്മെന്റ് നടക്കുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ഇത് കൺവെക്ഷൻ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലിക്വിഡോ ഗ്യാസോ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതാണ് കൺവെക്ഷൻ. അത് നമുക്ക് രണ്ട് രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തിക്കാം. അതായത് എന്താ, നാച്ചുറൽ അല്ലെങ്കിൽ ഫ്രീ കൺവെക്ഷൻ ഉണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ നടത്തിക്കാൻ പറ്റും. അപ്പൊ നാച്ചുറൽ കൺവെക്ഷൻ പറയുമ്പോൾ ഇവിടെ മെയിൻ നടക്കുന്നത് എന്താണ്? ഡെൻസിറ്റീസിലെ ഡിഫറൻസ് മൂലമാണ് ഇവിടെ എന്ത് കൺവെക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു റൂമിലെ എയർ സർക്കുലേഷൻ എടുക്കുക, അതുപോലെ സീ ബ്രീസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതൊക്കെ അവിടുത്തെ ഡെൻസിറ്റീസിലുള്ള ഡിഫറൻസ് മൂലമാണ് ഇവിടെ ഇപ്പൊ സീ ബ്രീസ് അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഒക്കെ നടക്കുന്നത് അല്ലേ? അതൊക്കെ എന്താ ഓട്ടോമാറ്റിക് നടക്കുന്ന പ്രോസസ് ആണ്. സ്വാഭാവികമായിട്ടും ഇതെന്താണ്, ഇതൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സീ ബ്രീസ് ആണെങ്കിലും ഇവിടെയൊക്കെ നടക്കുന്ന എന്താ, അവിടെ ആ എയർ പാർട്ടിക്കിൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അതിലൂടെ നടക്കുന്ന കണ്ടക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ്ഡ് കൺവെക്ഷൻ അത് വാക്കിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസി വഴി നടത്തുന്ന കൺവെക്ഷൻ ആണ് ഏത്? ഫോഴ്സ്ഡ് കൺവെക്ഷൻ. അതായത് ഇപ്പൊ നമ്മളിപ്പോ റൂമിൽ ഒരു ഫാൻ ഇട്ടു, അല്ലെങ്കിൽ എന്താ ഒരു പമ്പ്. അപ്പൊ ഇതിലൂടെ നടക്കുന്ന എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഇവിടെ
അപ്പൊ ഒരു ഫാൻ റൂമിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താ? അവിടെ ആ ഹീറ്റ് അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ എയർ പാർട്ടിക്കിൾസ് ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു, അല്ലേ? അപ്പോ ഈ ഫോഴ്സ്ഡ് കൺവെക്ഷൻ നടക്കുന്ന എക്സാമ്പിൾസ് ഒക്കെയാണ് ഏത്? നമ്മളിപ്പം കൂളിംഗ് ഇൻ കാർ, അതുപോലെ എന്താ പറയാ എയർ കണ്ടീഷനിങ്, ഇതൊക്കെ എന്താ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ്. ഇനി ഇവിടുത്തെ ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ ലോ ഓഫ് കൺവെക്ഷൻ. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു എച്ച് എ ഇൻറ്റു ടി മൈനസ് ടി എസ് ആണ്. എച്ച് എന്നുള്ളത് കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യന്റ് ആണ് എച്ച്. ഓക്കെ, എ എന്നുള്ളത് എന്താ? ഇവിടുത്തെ ഏരിയ ആണ്. ദെൻ ടി എസ് ഒക്കെ എന്താണ്? ടി എന്നുള്ളത് സർഫസ് ടെമ്പറേച്ചറും ടി എസ് എന്നുള്ളത് സറൗണ്ടിങ് ഫ്ലൂയിഡ് ടെമ്പറേച്ചറും ആണ്. ഓക്കെ, അപ്പൊ ലോ ഓഫ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ഈക്വൽ ടു എച്ച് എ ഇൻറ്റു ടി മൈനസ് ടി എസ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് പ്രൊപ്പോർഷണൽ തന്നെയാണ്? ഏരിയക്ക് പ്രൊപ്പോർഷണൽ തന്നെയാണ്, അല്ലേ? അടുത്തതാണ് റേഡിയേഷൻ. റേഡിയേഷൻ പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്തൗട്ട് എനി മീഡിയം, അല്ലെ? റേഡിയേഷൻ പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് മീഡിയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ രൂപത്തിലാണ് ഇവിടെ റേഡിയേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്? വാക്കത്തിലൂടെയും ഇവിടെ റേഡിയേഷൻ നടക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഏത് ബോഡി ആണെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ റേഡിയേഷൻ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മള് സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, അല്ലെ? ഭൂമിയിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ ആ റേഡിയേഷനിലൂടെ നമുക്ക് എന്ത് ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്, ഇല്ലേ? തൊട്ടടുത്ത് നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല, എന്നാൽ പോലും തൊട്ടടുത്ത് നമുക്ക് അതിന്റെ ആ ഒരു ഹീറ്റ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും, ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും എങ്ങനെയാണ് നടക്കുന്നത്? അതൊക്കെ റേഡിയേഷനിലൂടെയാണ്. മെയിൻ ആയിട്ട് IR റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷനിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ നടക്കുന്നത്. അതിന് ഇവിടുത്തെ ലോ ആണ്. 2 ലോ പഠിക്കാനുണ്ട്. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, അതുപോലെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അപ്പൊ എന്താണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ പറയുന്നത് നോക്കാം. The total radiant energy, okay, the total radiant energy emitted per unit time per unit area of a black body is directly proportional to the 4th power of its absolute temperature. അതായത് ഇവിടുത്തെ എമിറ്റ് ചെയ്ത റേഡിയേഷൻ ഉണ്ടല്ലോ, അതിന്റെ റേഡിയന്റ് എനർജി പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ 4th പവർ. ഓക്കെ, ടി റേസ് ടു അല്ലെങ്കിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4 ആണ്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ഈ ഇക്വേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, അത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷണലി മാറ്റാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഏത്? ഒരു കോൺസ്റ്റന്റ് ആണ് സിഗ്മ. അതിനെയാണ് സ്റ്റീഫാൻസ് കോൺസ്റ്റന്റ് പറയുന്നത്. അപ്പൊ ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി റേഡിയേറ്റ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്. ഓക്കെ, അതാണ് ഈ. ദെൻ ടി എന്നുള്ളത് എന്താണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. സിഗ്മ സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നോക്കുക, 5.67 × 10⁻⁻8 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ദെൻ K raised to 4 കെൽവിൻ ആണല്ലോ. പിന്നെ നമുക്കറിയാം ഇപ്പൊ ബ്ലാക്ക് ബോർഡിനെ സംബന്ധിച്ച് എന്താണ്? അത് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതെന്തായി നന്നായിട്ട് അത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്ത് റേഡിയേറ്റ് ചെയ്യും, ഇല്ലേ? അതേസമയം ഇപ്പൊ റിയൽ ബോഡീസ് ഒക്കെ ആണെങ്കിലോ പെർഫെക്റ്റ് ബ്ലാക്ക് ബോർഡിനെ പോലെ അത് റേഡിയേറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ അവിടെ വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു ഇ സിഗ്മ ടി റേസ് ടു 4. അല്ലെ ഇ എന്നുള്ളത് എമിസിവിറ്റി ഓഫ് ദ സർഫസ്, ആ സർഫസിന്റെ അല്ലെങ്കിൽ ആ ബോഡിയുടെ എമിസിവിറ്റി ആണ് ഇ എന്നുള്ളത്. അതിന്റെ വാല്യൂ ടിപ്പിക്കലി വരുന്നത് 0-ന്റെയും അതുപോലെ 1-ന്റെ ഇടയിലാണ് ഇന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ഇ എത്രയാണ്? എമിസിവിറ്റിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഈക്വൽ ടു സിഗ്മ ടി റേസ് ടു 4 എന്ന് വന്നത്. ഇനി ഒരു പെർഫെക്റ്റ് റിഫ്ലക്ടർ ആണെങ്കിൽ ഇ എന്തായിരിക്കും? 0 ആയിരിക്കും.
If a body at temperature T1 is surrounded by walls at temperature T2, then അവിടെ ഉണ്ടാകുന്ന റേഡിയൻ ഹീറ്റ് അല്ലെങ്കിൽ എത്ര വരിക Q ഈക്വൽ ടു ഇ സിഗ്മ എ ഇൻറ്റു T1⁴ മൈനസ് T2⁴. എ എന്നുള്ളത് സർഫസ് ഏരിയ ഓഫ് ദ ബോഡിയാണ്. ഓക്കെ. അപ്പോൾ ഓക്കെ അല്ല. അപ്പൊ റേഡിയേഷന്റെ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഒന്ന് നമ്മളെ സ്റ്റീഫാൻസ് ലോ പ്രകാരം എന്താണ് ഇ ഈക്വൽ ടു സിഗ്മ T⁴, അല്ലെങ്കിൽ ക്യൂവിന്റെ ടേംസ് പറയുകയാണെങ്കിൽ സിഗ്മ എ T1⁴ മൈനസ് T2⁴. ഓക്കെ. ഇനി അടുത്തതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറയുന്നത് the wavelength corresponding to the maximum energy emission of a black body is inversely proportional to its absolute temperature. അതായത് ഇപ്പൊ എമിറ്റ് ചെയ്ത റേഡിയേഷൻ, ഇപ്പൊ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്ത റേഡിയേഷൻ, അപ്പൊ അതിന്റെ വേവ് ലെങ്ത് ലാംഡ മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ടീനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ലാംഡ എം ടി ഈക്വൽ ടു എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ബ്ലാക്ക് ബോഡിയുടെ മാക്സിമം എമിഷൻ എനർജിയുടെ വേവ് ലെങ്ത് എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, ലാംഡ എം ഇൻറ്റു ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ലാംഡ എം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആ കോൺസ്റ്റന്റ് ആണ് ഏത്, വെയിൻസിലോ ആകുമ്പോൾ വെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ലാംഡ എം ഇൻറ്റു ടി ഈക്വൽ ടു ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ നോക്കൂ, വെയിൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 2.898 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ ആണ് വെയിൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഇപ്പോ ടെമ്പറേച്ചർ 1000 കെൽവിൻ ആണെങ്കിൽ നമുക്ക് ലാംഡ എം കണ്ടുപിടിച്ചൂടെ? ലാംഡ എം എന്ന് പറഞ്ഞാൽ ബി ബൈ ടി ചെയ്താൽ മതി. ബിയുടെ വാല്യൂ എത്ര? 2.898 ഇൻറ്റു 10⁻³ ആണ്. അതേ ഡിവൈഡ് ബൈ 1000. അത് ചെയ്യുമ്പോൾ നമുക്ക് 2.9 മൈക്രോ മീറ്റർ എന്നാണ് വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, ടി കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടർ ബോഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ വേവ് ലെങ്ത് എന്താ ചെയ്യുക, അത് കുറയാണ് ചെയ്യുക അല്ലേ? അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോട്ടർ ബോഡീസ് ഒക്കെ ഒരു ബ്ലൂ ഷിഫ്റ്റ് ആണ് കാണിക്കുക. അതേസമയം തണുത്ത ബോഡീസ് ഒക്കെ ആണെങ്കിലോ, കോൾഡർ ബോഡീസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറവല്ലേ, ടെമ്പറേച്ചർ കുറവാകുമ്പോൾ വേവ് ലെങ്ത് കൂടും, അത് റെഡ് ഷിഫ്റ്റ് കാണിക്കും. പിന്നെ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം നമ്മൾ ഷോ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതായത് മെയിനായിട്ട് ഇന്റൻസിറ്റിയും വേവ് തമ്മിലാണല്ലോ നമ്മൾ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം വരയ്ക്കുക അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കായിരിക്കും അതിന്റെ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത് അത്രയേ ഉള്ളൂ. ജസ്റ്റ് 3 ഹീറ്റ് ട്രാൻസ്ഫർ ഒന്ന് ഓർത്ത് വെക്കുക: കണ്ടക്ഷൻ, കൺവെക്ഷൻ, ദെൻ റേഡിയേഷൻ. അതിൽ കണ്ടക്ഷൻ മെയിൻ നടക്കുന്നത് അത് സോളിഡ്സിലാണ്. പിന്നെ അവിടെ ഫോറിയേഴ്സ് ലോ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ രണ്ടാമത്തത് കൺവെക്ഷൻ ആയിരുന്നു. കൺവെക്ഷനിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ മൂന്നാമത്തതാണ് റേഡിയേഷൻ. റേഡിയേഷനിൽ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയും അതുപോലെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് തെർമോഡൈനാമിക്സിലെ ലോസ് ആണ്. ഓക്കെ, നമുക്കറിയാം മെയിൻ ആയിട്ട് 4 ലോസ് ഉണ്ട്. ഓക്കെ, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ ഇപ്പൊ ഈ 0th ലോ വരാൻ കാരണം അത് ശരിക്ക് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ ഒക്കെ കണ്ടുപിടിച്ച ശേഷമാണ് ശരിക്കും എന്ത് 0th ലോ വരുന്നത്. അതായത് ശേഷം ശരിക്ക് എന്താ പറയാ 0th ലോ കൊടുക്കാൻ കാരണം അവിടെ ഇതെന്താണ് അത്രയും ഫണ്ടമെന്റൽ ആയതുകൊണ്ടാണ് 0th കൊടുത്തത്. അതിന് മുമ്പ് എന്ത് ഫസ്റ്റ് ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ പേരൊന്നും മാറ്റിയില്ല. അതുകൊണ്ടാണ് എന്ത് നമ്മൾ പിന്നെ കണ്ടുപിടിച്ച ലോ ആണ് 0th ലോ. പക്ഷെ എന്ത് അതാണ് പിന്നെ നമ്മൾ എന്ത് 0th പേര് കൊടുക്കാൻ കാരണം. ഓക്കെ,
അപ്പൊ സീറോത്ത് ലോ തെർമോഡൈനാമിക്സ് പറയുന്നത് നമ്മൾ എന്ത് രണ്ട് സിസ്റ്റം കൺസിഡർ ചെയ്യാം, എയും ബിയും. ഓക്കെ, അത് രണ്ടും എന്താണ്, എയും ബിയും എന്താ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സി. അതായത് ഈ എ എന്നുള്ള സിസ്റ്റം ഉണ്ട്, ബി എന്നുള്ള സിസ്റ്റം ഉണ്ട്. ഈ എയും സിയും എന്താണ്, എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ബിയും സിയും എന്താണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയെങ്കിൽ എയും ബിയും എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് സീറോത്ത് ലോ പറയുന്നത്. ഓക്കെ, ദ ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സി. എയും ബിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എയും സിയും എന്താണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ എയും ബിയും എന്തായിരിക്കും, എയും ബിയും ഓട്ടോമാറ്റിക്കലി തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്, ഇവിടെ ഈ സീറോത്ത് ലോ പ്രകാരമാണ് ശരിക്ക് ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സോ ദ സീറോത്ത് ലോ എസ്റ്റാബ്ലിഷസ് ദ കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഏത് ലോ ആണ് ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചോദിച്ചാൽ അത് സീറോത്ത് ലോ ആണ്, മാറിപ്പോരുത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ രണ്ട് ബോഡീസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ, ഇല്ലല്ലോ. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അതായത് അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു ബോഡി ഉണ്ട്, ഇതിപ്പം ഇതിന്റെ ടെമ്പറേച്ചർ 100 അല്ലെങ്കിൽ ഓക്കെ, ഇപ്പൊ ഇത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്ത് നോക്കൂ, ഇതും ബി എന്നുള്ളത് ഇതും 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവർ തമ്മിൽ പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഇത് രണ്ടും എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് അലോ us to define temperature as a measurable property of a system. ഓക്കെ, അടുത്തത് it forms the basis of temperature measurement using thermometers. അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ പറയുന്ന ഏതാണ്, സീറോത്ത് ലോ ആണ് ഓർത്തുവെക്കുക. Without the zeroth law, we couldn't have a consistent definition of temperature scale, like Celsius, Kelvin, Fahrenheit, etc. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. അടുത്തതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. അതായത് ഇവിടെ ശരിക്ക് എനർജിയുടെ കൺസർവേഷൻ പറയുന്നതാണ് ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് എനർജി നമുക്കറിയാലോ, എനർജിനെ ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. അതിന് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമ്മൾ ഇനി തെർമോഡൈനാമിക്സിന്റെ ഓരോ ടേംസിലേക്ക് പോവുകയാണെങ്കിൽ, പിന്നെ സിസ്റ്റം റിസീവ്സ് ഹീറ്റ് ക്യൂ. ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഈ സിസ്റ്റത്തിലേക്ക് ക്യൂ ഹീറ്റ് എന്ത് അത് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ദെൻ ആ സിസ്റ്റത്തിന് എന്തുണ്ടാവും, ഇന്റേണൽ എനർജി ഉണ്ടാവുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്യൂ ഹീറ്റ് ഇതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക, സിസ്റ്റം അതിന്റെ ഇന്റേണൽ എനർജി അതിലൊരു പാർട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ ബാക്കി പാർട്ട് എന്ത് ചെയ്യും, ആ ഹീറ്റിന്റെ ബാക്കി പാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണെന്ത്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ക്യൂ എന്നുള്ളത് ഈ സിസ്റ്റത്തിലേക്ക് കിട്ടിയ ഹീറ്റ് ആണ്. ദെൻ ഡബ്ല്യു എന്നുള്ളത് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലേക്ക് വർക്ക് ചെയ്യുന്ന ആ പെർഫോം ചെയ്യുന്ന വർക്കാണ് എന്ത്, ഡബ്ല്യു എന്നുള്ളത്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് ലോന്റെ ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഓരോ ടേംസും എന്തായാലും ഓർത്ത് വെക്കുക. ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം, ദെൻ ക്യൂ എന്നുള്ളത് ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം, ഡബ്ല്യു എന്നുള്ളത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇനി നമുക്കറിയാം, ഇപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ അവിടെ എന്താണ്, എനർജി കോൺസ്റ്റന്റ് അല്ലേ, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എനർജി കോൺസ്റ്റന്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവുമോ, ഇല്ല. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ നോക്കൂ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു അല്ലേ. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ
അവിടെ ക്യൂ എന്താണ്, അവിടെ സിസ്റ്റത്തിലേക്ക് പിന്നെ ഒരു എക്സ്റ്റേണൽ ഏജൻസി വഴി നമുക്ക് ഹീറ്റ് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പൊ ക്യൂ 0 ആണ്. അതുപോലെ അതിൽ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല, ഡബ്ല്യൂയും 0 ആണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്, ഡെൽറ്റ യു 0 അല്ലേ വരിക, അല്ലേ? അതായത് അവിടെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ. ഇനി നമുക്ക് അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിലോ? അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അവിടെ ക്യൂ എന്താണ്, ക്യൂ 0 ആണെങ്കിൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് 0 ആണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ക്യൂ എന്നുള്ള ടൈം 0 മാറുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു എന്തായിരിക്കും, മൈനസ് ഡബ്ല്യു ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ എന്നുള്ളത് ഇന്റേണൽ എനർജിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ഇന്റേണൽ എനർജിക്ക് എന്തെങ്കിലും എന്താ പറയാ മാറ്റം ഉണ്ടാവുമോ? മാറ്റം ഉണ്ടാവില്ല. അതായത് നമുക്ക് പറയാം അവിടെ ഡെൽറ്റ യു എന്തായിരിക്കും, ഡെൽറ്റ യു അല്ലെങ്കിൽ അവിടെ U2 മൈനസ് U1 0 ആണ് വരിക. അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ടാവില്ല. അതെന്താണ്, അത് 0 ആയിരിക്കും. എപ്പോ ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സിൽ. അപ്പൊ ഡെൽറ്റ യു 0 ആകുമ്പോൾ നമുക്ക് എന്ത്, Q ഈക്വൽ ടു W എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഒരു കാര്യം, സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് പറയുമ്പോൾ എന്താ, അത് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷനിലേക്ക് വീണ്ടും വരുന്ന പ്രോസസ് ആണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിനെ സംബന്ധിച്ച് അവിടെ എന്താ സംഭവിക്കുക, അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഓക്കെ. അവിടെ ഡെൽറ്റ യു എന്താണ്, 0 ആണ്. അപ്പൊ സ്പെഷ്യൽ കേസ് കൂടെ ഓർത്ത് വെക്കുക. ഇത് വെച്ചൊക്കെ പ്രോബ്ലംസ് വരാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കൂ. ഇറ്റ് എസ്റ്റാബ്ലിഷസ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ തെർമോഡൈനാമിക് സിസ്റ്റംസ്. ഓക്കെ. അപ്പം തെർമോഡൈനാമിക്സിലെ ആ എനർജിയുടെ കൺസർവേഷൻ പറയുന്നത് ഏതിലോ ആണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പിന്നെ എന്തായാലും ബാക്കി ഇനി ഈ ഇതാണ് ശരി. ബാക്കി തെർമോഡൈനാമിക്സിൽ ബാക്കി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും എന്ത് ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത് ഏതാണ്, ഈ ഫസ്റ്റ് ലോ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ ഇറ്റ് കണക്ട്സ് ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക് ആസ് ഇന്റർചേഞ്ചബിൾ ഫോംസ് ഓഫ് എനർജി. അതായത് നമ്മളിവിടെ കണ്ടല്ലോ, ഇവിടെ ഉണ്ടായ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടായ ഹീറ്റിന്റെ അതുപോലെ മെക്കാനിക്കൽ വർക്കിന്റെ ഒക്കെ ആ ഒരു സമ്മായിട്ടാണല്ലോ, അല്ലെങ്കിൽ അതാണ് എന്ത് നമുക്കിവിടെ ഇന്റേണൽ എനർജി ആയിട്ട് വരുന്നത്. അതായത് നമുക്കിവിടെ പറയാം, ഇവിടെ എന്താണ് ഹീറ്റും മെക്കാനിക്കൽ വർക്കും എന്താണ് എനർജിയുടെ രണ്ട് ഡിഫറെന്റ് ഫോംസ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ശരിക്കും എന്ത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ എന്ത് ഹീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. 500 ജൂളാണ് ഹീറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ആ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് 500 ജൂളാണ്. അത് സ്വാഭാവികമായിട്ടും അതിലെ എന്ത് ചെയ്യും, ഹീറ്റ് എഞ്ചിൻ ആണല്ലോ. അപ്പൊ ആ ഹീറ്റ് യൂസ് ചെയ്തിട്ട് അത് 300 ജൂളാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഇന്റേണൽ എനർജി എത്ര ഉണ്ടാവും, റിമൈനിങ് എത്ര ഇന്റേണൽ എനർജി ഉണ്ടാവും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലോ പ്രകാരം എന്താ, ഡെൽറ്റ യു ഈക്വൽ ടു Q മൈനസ് W ആണ്. അപ്പൊ ഇതില് ഈ 500 ജൂൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കൺവേർട്ട് ചെയ്ത് 500 ജൂൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും, കുറച്ച് അവിടെ ഉണ്ടാവും. സോ 500 മൈനസ് 300 ദാറ്റ് ഈസ് 200 ജൂളാണ് ഇന്റേണൽ എനർജി ചേഞ്ച്. ഓക്കെ. അവിടുത്തെ ഇന്റേണൽ എനർജി ചേഞ്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത 500 ജൂള് ഹീറ്റ് എന്താ ചെയ്തത്, അതിൽ ഒരു പാർട്ട് 200 ജൂള് ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ ബാക്കി 300 ജൂളാണ് ആ സിസ്റ്റം എക്സ്റ്റേണൽ വർക്ക് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്ക് ശരിക്കും 3 സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ സ്റ്റേറ്റ്മെന്റ് പറയും. രണ്ടാമത്തത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ സ്റ്റേറ്റ്മെന്റ്. പിന്നെ വരുന്നതാണ് എൻട്രോപ്പി സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഓരോ നോക്കാം. ഫസ്റ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് impossible to construct a device that operating in a cycle convert all the heat absorbed from a single heat reservoir into an equal amount of work. അതായത് ഇവിടെ പറയുന്നത് എന്താ ചോദിച്ചാൽ, ഒരു ഹീറ്റ് എഞ്ചിൻ. ഓക്കെ. ആ ഹീറ്റ് എഞ്ചിന് ഒരു ഹീറ്റ് റിസർവോയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട്
അതിലെ ആ അബ്സോർബ് ചെയ്ത ഹീറ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് വെച്ചിട്ട് 100% ആ ഹീറ്റ് എഞ്ചിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും എന്താ പറയുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് നിങ്ങൾക്ക് ആ സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാനും പറ്റും. എന്താ ഹീറ്റ് എഞ്ചിൻ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, നമുക്കറിയാലോ. അതായത് ഇപ്പൊ 500 ജൂള് ഞാൻ ഹീറ്റ് ഇപ്പൊ എന്റെ ഹീറ്റ് എഞ്ചിൻ അബ്സോർബ് ചെയ്തുവെങ്കിൽ, പക്ഷെ 500 ജൂൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ 100% എഫിഷ്യന്റ് ആയിട്ട് ഒരു എഞ്ചിനും ഇല്ല എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സാം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ഹീറ്റ് എഞ്ചിൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. എങ്ങനത്തെ ഹീറ്റ് എഞ്ചിൻ? അത് ഓൾ ദ ഹീറ്റ് അബ്സോർബ് ഫ്രം എ സിംഗിൾ ഹീറ്റ് റിസർവോയർ കൺവേർട്ടഡ് ഇൻ ടു ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് വർക്ക്. അതായത് റിസർവോയറിൽ നിന്ന് ഹീറ്റ് 100 അബ്സോർബ് ചെയ്ത ഹീറ്റ് കംപ്ലീറ്റ് എക്സ്റ്റേണൽ വർക്കായി മാറ്റാൻ കഴിയുന്ന ഒരു ഹീറ്റ് എഞ്ചിനും നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല. അതാണ് പ്ലാങ്ക്സ് കെൽവിൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഹീറ്റ് എഞ്ചിൻ ക്യാൻ ഹാവ് 100% എഫിഷ്യൻസി. ഓക്കെ, അതായത് ബാക്കി കുറച്ച് എന്തെങ്കിലും ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കോൾഡ് റിസർവോയറിലേക്ക് അത് റിജക്ട് ചെയ്യാണ് ചെയ്യുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ സ്റ്റീം എഞ്ചിൻ cannot convert all the heat from burning fuel into mechanical work. Some energy is always lost as waste heat. ഇല്ലേ, നമ്മളിപ്പോ ഒരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ കത്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ പെട്രോൾ ആട്ടൊക്കെ ബേൺ ചെയ്യുന്നത് 100% അതിൽ നിന്ന് നമുക്ക് വർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല, അതിൽ കുറച്ച് എമൗണ്ട് എന്തായി മാറുന്നുണ്ട്, അത് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് അത് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തത് പറഞ്ഞ എന്ത് ചെയ്യുന്നു, ഹീറ്റ് എഞ്ചിന്റെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തത് റെഫ്രിജറേറ്റർ സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കാം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ റെഫ്രിജറേറ്റർ ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ഹീറ്റ് ഫ്രം എ കോൾഡർ ബോഡി ടു എ ഹോട്ടർ ബോഡി വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ വർക്ക്. അതായത് ഒരു എക്സ്റ്റേണൽ വർക്ക് ഇല്ലാണ്ട് കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ഹീറ്റിന് ട്രാൻസ്ഫർ നടക്കില്ല. നമുക്കറിയാലോ അത്. അതായത് നോർമൽ കേസിൽ എന്താണ്, ഹോട്ട് ഏരിയയിൽ നിന്ന് കോൾഡർ ഏരിയയിലേക്കാണല്ലോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക, അല്ലെ? ഹോട്ടിൽ നിന്ന് കോൾഡിലേക്കാണ് പോവുക. അതേസമയം തിരിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ കോൾഡർ ഏരിയയിൽ നിന്ന് ഹീറ്റ് എന്ത് ഹോട്ടർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ്ലി നടക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ വർക്ക് കൊടുക്കണം. അപ്പോൾ എക്സ്റ്റേണൽ വർക്ക് കൊടുക്കാതെ കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഹീറ്റ് cannot spontaneously flow from cold to hot unless work is done on the system. ഇപ്പൊ നമുക്കറിയാം, റെഫ്രിജറേറ്റർ ആണെങ്കിലും എയർ കണ്ടീഷണർ ഒക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ എക്സ്റ്റേണൽ പവർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നമുക്ക് കൂളിംഗ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. രണ്ടും മാറിപ്പോയത്. രണ്ടും എന്താണ്, സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് തന്നെയാണ്. പക്ഷെ ഒന്നാമത്തത് ഹീറ്റ് എഞ്ചിൻ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, റെഫ്രിജറേറ്റർ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തതാണ് എൻട്രോപ്പി സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഇൻ എനി സ്പോണ്ടേനിയസ് പ്രോസസ് ദ ടോട്ടൽ എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ് ആൻഡ് ടെൻഡ് ടു റീച്ച് എ മാക്സിമം അറ്റ് ഇക്വിലിബ്രിയം. അപ്പം ഏത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിലും അവിടുത്തെ ടോട്ടൽ എൻട്രോപ്പി എന്താണ്, അത് ഓൾവേസ് അത് ഇൻക്രീസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് നമുക്കറിയാം. ഇപ്പോൾ ഡെൽറ്റ എസ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് ആണ്. അതെല്ലാം ഇപ്പോൾ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ അത് ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ, അതിന് ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്താണ്, സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഇനി റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് 0 ആണ് ഉണ്ടാവുക. ഇനി ഡെൽറ്റ എസ് ലെസ് ദാൻ 0 ആണെങ്കിൽ അതെന്താ, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആയിരിക്കും. ഇനി അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇറിവേഴ്സിബിലിറ്റി ഇൻ നാച്ചുറൽ പ്രോസസ്സസ്. ഓക്കെ, ദെൻ അതായത് നമുക്കറിയാലോ, ഇപ്പൊ നാച്ചുറലായി നടക്കുന്ന പ്രോസസ്സുകളൊക്കെ എന്ത് എല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ,
ഇറ്റ് ഡിഫൈൻസ് ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ. എനർജി ഫ്ലോ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ സെറ്റ്സ് മാക്സിമം എഫിഷ്യൻസി ലിമിറ്റ് ഫോർ എൻജിൻസ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. നമ്മളിനി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കാർനോട്ട് എഞ്ചിനൊക്കെ പഠിക്കുമ്പോൾ അവിടെ എഫിഷ്യൻസി പറഞ്ഞാൽ E=1 - T2/T1 അല്ലെങ്കിൽ 1 - Q2/Q1 എന്നൊക്കെ നമ്മൾ എന്തായാലും ഇനി പഠിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരമാണ് ഏത് എൻട്രോപ്പിയുടെ കോൺസെപ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് നമ്മള് ഫസ്റ്റ് ലോ പറഞ്ഞു. ഫസ്റ്റ് ലോ സീറോത്ത് ലോ ആദ്യം പറഞ്ഞു. സീറോത്ത് ലോയിലാണ് എന്ത് ടെമ്പറേച്ചറിന്റെ കാര്യം വരുന്നത്. അതേപോലെ ഫസ്റ്റ് ലോയിലാണ് എന്ത് ആ ഇക്വേഷന്റെ എനർജിയും ഹീറ്റ് അതുപോലെ വർക്ക് തമ്മിലുള്ള റിലേഷൻ വരുന്നതും അതുപോലെ എനർജിയുടെ കൺസർവേഷൻ വരുന്നത് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ആണ്. സെക്കൻഡ് ലോയിലാണ് ഹീറ്റ് എഞ്ചിന്റെ കാര്യം അതുപോലെ റെഫ്രിജറേറ്ററിന്റെ കാര്യമൊക്കെ പറയുന്നത്. അതുപോലെ എൻട്രോപ്പിയുടെ കൺസെപ്റ്റും വരുന്നത് സെക്കൻഡ് ലോയിലാണ്. ഇനി അടുത്തതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിൾ ആണ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ ടെമ്പറേച്ചർ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് കുറക്കണം, അങ്ങനെ കുറച്ച് വന്ന് അബ്സല്യൂട്ട് 0 കെൽവിനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0യിലേക്ക് ടെമ്പറേച്ചർ എത്തിക്കുകയാണെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൽ പിന്നെ എൻട്രോപ്പി എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സിസ്റ്റം ആണെങ്കിൽ അവിടെ അതിന്റെ എൻട്രോപ്പി എസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ അറ്റ് അബ്സല്യൂട്ട് 0 കെൽവിൻ എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് 0. ഓക്കെ. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. As the temperature of a system approaches absolute 0 Kelvin, the entropy of a perfectly crystalline substance approaches 0. ഇവിടെ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് പറയുന്നത് എന്താ വെച്ചാല് ബാക്കി എല്ലാതും എന്ത് ചെയ്യില്ല. അതേപോലെ നമുക്കിപ്പോ 0 കെൽവിനിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ ക്രിസ്റ്റലൈൻ അല്ലാത്തതൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനെ 0യിലേക്ക് എത്തില്ല. അതൊന്നും ഓർത്ത് വെക്കുക. പിന്നെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൻട്രോപ്പി ഇസ് ദ മെഷർ ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. At absolute 0 Kelvin, the system is in its lowest energy state. The particles are perfectly ordered. Only one possible microstate exists. Hence, entropy become 0. അപ്പോൾ സംഭവം അബ്സല്യൂട്ട് 0 കെൽവിനിൽ അവിടെ എന്താണ് സിസ്റ്റത്തിന് ഒറ്റ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസും പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആയിരിക്കും. അതേപോലെ അവിടെ എന്താണ് ഒറ്റ മൈക്രോസ്റ്റേറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഓർഡർനെസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രത്യേകിച്ച് എന്താണ് എൻട്രോപ്പി ഉണ്ടാവുക? ഇല്ല, എൻട്രോപ്പി 0 ആയിരിക്കും. അപ്പൊ എൻട്രോപ്പിന്റെ ആ ഒരു കാര്യം വരുന്നത് അല്ലെങ്കിൽ എന്താണ് എൻട്രോപ്പി S=0 എന്നുള്ളത് വരുന്നത് ശരിക്കും എവിടെയാണ്? തേർഡ് ലോയിലാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ്. ഓക്കെ. ഏതൊക്കെയാണ്? ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, അഡിയബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, പിന്നെ ഐസോകോറിക് പ്രോസസ്, പിന്നെ സൈക്ലിക് പ്രോസസ് ഉണ്ട്, റിവേഴ്സിബിൾ, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് തെർമോഡൈനാമിക്സിൽ. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇത് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ അവിടെ നമുക്ക് ബോയിൽസ് ലോ പ്രകാരം ഇക്വേഷൻ എഴുതാം. PV = എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ PV = എ കോൺസ്റ്റന്റ്. അതാണ് ഏത് ഐസോതെർമൽ പ്രോസസ്സിൽ വരുന്ന ഇക്വേഷൻ. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിലോ? അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ഇവിടെ Q0 ആണ്. അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ PV⁻γ = കോൺസ്റ്റന്റ്. P എന്താ? പ്രഷർ, V വോളിയം. ഇനി അടുത്തത് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാണ്? പ്രഷർ. ഓക്കെ. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ഐസോബാറിക് പ്രോസസ്. അപ്പൊ അവിടെ വർക്കിന്റെ ഇക്വേഷൻ W = P × V2 - V1. ഇനി വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോകോറിക് പ്രോസസ്. അപ്പൊ ഇവിടെ നോക്കുക, വോളിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്സിൽ നമ്മൾ നേരത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ P × ΔV ആണ്. ഓക്കെ. അപ്പൊ ഐസോകോറിക് പ്രോസസ്സിൽ ΔV 0 അല്ലേ, ചേഞ്ച് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ W എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. ഐസോകോറിക് പ്രോസസ്സിൽ W 0 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റേണൽ എനർജി പറഞ്ഞാൽ എങ്ങനെയായിട്ട് കിട്ടും? ΔU = ഫസ്റ്റ് ലോ പ്രകാരം ΔU = Q എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ ഇന്റേണൽ എനർജി ഈസ് ദ ഹീറ്റ് അറ്റ് ഹീറ്റ് എനർജി അറ്റ് കോൺസ്റ്റന്റ് വോളിയം.
അതാണ് ശരിക്കും എന്ത് ഇന്ത്യൻ എനർജി എന്ന് വേറെ രീതിയിൽ പറയാൻ പറ്റും. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ എപ്പോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് പറഞ്ഞാൽ എന്താ? അത് ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ റിട്ടേൺ ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഇത് സൈക്ലിക് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സൈക്ലിക് പ്രോസസ്സിനെ സംബന്ധിച്ച് ഇന്റേണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്, റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ പതുക്കെയുള്ള സ്ലോ പ്രോസസ് ആണ് ഏത് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ലോസ് ഇല്ല എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റ്സിമലി സ്ലോ പ്രോസസ് ആണ് ഏത് റിവേഴ്സിബിൾ പ്രോസസ്. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിലോ? ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എന്താണ്? അവിടെ നമുക്ക് എൻട്രോപ്പി മാക്സിമേറ്റ് വരും, അല്ലെങ്കിൽ അവിടെ ഫൈനൽ ചേഞ്ചസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ കാണുന്ന റിയൽ പ്രോസസ്സുകളെല്ലാം എന്താണ്? എല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഇനി ഓരോ കേസിലെയും വർക്ക് ഡണിന്റെ ഇക്വേഷനും അടുത്ത ഹീറ്റിന്റെ ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ഐസോതെർമൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഐസോതെർമൽ ആണ്. നിങ്ങൾ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ വരാറുള്ളതാണ്. അതുകൊണ്ട് ന്യൂമറിക്കൽസ് ചെയ്യാൻ എന്തായാലും ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ല. ഓക്കെ, ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അവിടുത്തെ വർക്ക് ഡൺ ഐസോതെർമൽ ആണെങ്കിൽ വർക്ക് ഡൺ W ഈക്വൽ ടു NRT ലോഗ് V2/V1. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മറ്റേ ഇതിപ്പോ നാച്ചുറൽ ലോഗരിതാണ്. ഇനി നോർമൽ ലോഗരിതം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? W ഈക്വൽ ടു 2.303 NRT ലോഗ് V2/V1. ഓക്കെ, ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഐസോതെർമൽ ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? W ഈക്വൽ ടു NRT ലോഗ് V2/V1. പിന്നെ ഐസോതെർമൽ ആണെങ്കിൽ അവിടെ ഡെൽറ്റ യു എന്താണ്? ഡെൽറ്റ യു 0 അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് Q ഈക്വൽ ടു W എന്ന് എഴുതാൻ പറ്റും. പിന്നെ അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അവിടെ വരുന്ന വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ അഡിയബാറ്റിക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വർക്ക് ഡണിന്റെ ഇക്വേഷൻ W ഈക്വൽ ടു P1V1 മൈനസ് P2V2 ബൈ ഗാമ മൈനസ് 1. ഇവിടെ അഡിയബാറ്റിക്കിന്റെ കേസിൽ Q എന്താണ്? Q 0 ആണ്. ഇനി ഐസോകോറിക് ആണെങ്കിൽ ഓർത്ത് വെക്കുക, അത് എക്സാം ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. ഐസോകോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. അതുപോലെ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ വർക്ക് ഡൺ 0 ആണ് ഐസോകോറിക് പ്രോസസ്സിൽ. ഇനി അവിടുത്തെ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ അവിടുത്തെ ക്യൂവിന്റെ ഇക്വേഷൻ എന്താ വരിക? ഹീറ്റ് Q ഈക്വൽ ടു NCV T2 മൈനസ് T1 ആണ്. NCV T2 മൈനസ് T1. ഓക്കെ, ഇനി ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്താ? W ഈക്വൽ ടു P ഇൻറ്റു ഡെൽറ്റ V അല്ലെങ്കിൽ P ഇൻറ്റു V2 മൈനസ് V1 ആണ് വർക്ക് ഡൺ ഐസോബാറിക് പ്രോസസ്സിൽ. അവിടുത്തെ ഹീറ്റ് Q ഈക്വൽ ടു NCP ഇൻറ്റു T2 മൈനസ് T1 ആണ്. അപ്പൊ CVയും CP എന്താണ്? അവിടുത്തെ ഹീറ്റ് കപ്പാസിറ്റീസ് ആണ്. CV എന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് കപ്പാസിറ്റി ആണ് CV. ദെൻ CP എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് കപ്പാസിറ്റി ആണ് CP. ഇനി നമ്മൾ എന്താണ് ഓരോ ടേംസ് നമ്മളിപ്പോ നേരത്തെ ഇപ്പോ ഓരോന്ന് പറഞ്ഞല്ലോ, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്റേണൽ എനർജി എന്താണ്? ഇന്റേണൽ എനർജി ഇസ് ദ ടോട്ടൽ എനർജി കണ്ടെയ്ൻഡ് വിത്തിൻ എ സിസ്റ്റം. ഓക്കെ, അതായത് ആ സിസ്റ്റത്തിലെ ടോട്ടൽ എനർജിയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അവിടെ ഏതൊക്കെ വരാം? കൈനറ്റിക് എനർജി വരാം, പൊട്ടൻഷ്യൽ എനർജി വരാം. ഈ കൈനറ്റിക് എനർജി തന്നെ ഇപ്പൊ നമുക്കറിയാലോ, അതിൽ മോളിക്യൂൾസിന്റെ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, വൈബ്രേഷൻ മൂലമൊക്കെ എന്തുണ്ടാവുന്നത്? കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. അപ്പം അതിന്റെ എല്ലാം സമ്മും അതുപോലെ അവിടുത്തെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ ബോണ്ടിന്റെ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയും ഇതിന്റെയൊക്കെ സമ്മാണ് ഏത്? ഇന്റേണൽ എനർജി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റേണൽ എനർജി യു ഈക്വൽ ടു എന്താണ്? ടോട്ടൽ എനർജി. അവിടുത്തെ കൈനറ്റിക് എനർജി, ആ സിസ്റ്റത്തിലെ കൈനറ്റിക് എനർജിന്റെ അതുപോലെ പൊട്ടൻഷ്യൽ എനർജിന്റെ സമ്മാണ് ഏത്? ഇന്റേണൽ എനർജി. പിന്നെ നമ്മൾ ഫസ്റ്റ് ലോ പ്രകാരം നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇന്റേണൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈക്വൽ ടു Q മൈനസ് W. പിന്നെ ഓരോ കേസിൽ നമ്മൾ പറഞ്ഞു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ സിസ്റ്റത്തില് സ്വാഭാവികം കുറച്ചിപ്പോ ഗ്യാസുകളുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഞാൻ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലെന്ത് ഇന്റേണൽ എനർജി
ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം അല്ലേ. അപ്പൊ ഞാൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുക മീൻസ് അവിടെ പിന്നെ പ്രത്യേകിച്ച് ഇന്റർണർജിക്ക് ഇൻക്രീസ് വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. അതായത് അവിടെ ഇനീഷ്യലും അതുപോലെ എന്ത് ഫൈനൽ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ U2 മൈനസ് U1 എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു Q എന്താണ്? Q 0 ആണ്. അപ്പൊ Q 0 ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് W എന്ന് എഴുതാൻ പറ്റും. പിന്നെ അടുത്ത ടേം നമ്മൾ പഠിച്ചതാണ് എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി? എൻതാൽപ്പി ഇസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ്. ഓക്കെ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് ഏത്? നമ്മൾ എൻതാൽപ്പി. സിമ്പല് H ആണ്. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ആണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് H ഈക്വൽ ടു U പ്ലസ് PV. അതായത് U എന്നുള്ളത് ഇന്റർണൽ എനർജി ആണ്, P എന്നുള്ളത് പ്രഷർ, V വോളിയം. അത് ഇവിടുത്തെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എഴുതി കൂടെ? ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഇതാണ് എൻതാൽപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ Q മൈനസ് W ആണെന്ന് അറിയാം. അതേപോലെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ W എന്ന് പറഞ്ഞാൽ എന്താണ്? P ഡെൽറ്റ V ആണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചതാണ് വർക്കിന്റെ ഇക്വേഷൻ. W ഈക്വൽ P ഡെൽറ്റ V. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നേരത്തെ ആ ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്താണ്? ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു QP എന്നാണ് വരിക. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ ഇതിൽ നോക്കുക, ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ U ആണ് Q മൈനസ് ഡെൽറ്റ V ആണ്. അപ്പൊ ഇതില് Q മൈനസ് ഡെൽറ്റ W എന്ത് കൊടുക്കുക? P ഡെൽറ്റ V എന്ന് കൊടുക്കുക. P ഡെൽറ്റ V. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ Q മൈനസ് P ഡെൽറ്റ V എന്ന് കിട്ടി. ഇനി ഡെൽറ്റ എച്ച് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മളിപ്പോ ഈ ഡെൽറ്റയുടെ വാല്യൂ ഇത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി മാറും? ഈ മൈനസ് P ഡെൽറ്റയും പ്ലസ് P ഡെൽറ്റയും ക്യാൻസൽ ചെയ്ത് പോയി ലാസ്റ്റ് ഡെൽറ്റ എച്ച് പറഞ്ഞാൽ എന്ത് കിട്ടും? Q എന്ന് കിട്ടും. Q എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക QP ആണ് വരിക. ഡെൽറ്റ എച്ച് ഈക്വൽ ടു QP ആണ്. അല്ലെങ്കിൽ ഇവിടെ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് ആണ് ഏത്? എൻതാൽപ്പി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എൻതാൽപ്പിയിലെ ചേഞ്ച്. നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിരുന്നു. ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ എന്താ? QV ആണ്. ഓക്കെ, മറ്റ് ഐസോകോറിക് പ്രോസസ്സിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് ആണ് എന്ത്? ഇന്റേണൽ എനർജി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് ആണ് എന്ത്? എൻതാൽപ്പി ചേഞ്ച്. ഓക്കെ, ഇനി ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് അനുസരിച്ച് നമുക്ക് എന്ത് അതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ്. അതായത് ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ, ഓക്കെ, പോസിറ്റീവ് ആണ് ഡെൽറ്റ എച്ച് എങ്കിൽ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ അതെന്ത് പ്രോസസ് ആണ്? എൻഡോതെർമിക് പ്രോസസ് ആണ്. അവിടെ ഹീറ്റ് ആ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ചെയ്യാം അല്ലേ? ഇനി നെഗറ്റീവ് ആണെങ്കിലോ ലെസ് ദാൻ 0 ആണെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യും. ആ സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സോതെർമിക് പ്രോസസ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക് പ്രോസസ് ആണ്. അതേപോലെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതെന്താണ്? ഹീറ്റ് റിലീസ് ചെയ്യും. അതാണ് എക്സോതെർമിക് പ്രോസസ്. നമ്മളിനി ഓരോ കേസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ളത് വെച്ചിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിനി നമ്മൾ നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. ഫോർ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT. ഇത് വരുന്നത് എങ്ങനെ ചോദിച്ചാല് നമ്മള് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, PV ഈക്വൽ ടു NRT.
അതില് പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എൻ ആർ ടി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ റിലേഷൻ കിട്ടിയത്. ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അതിൽ വരുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഏത് വെച്ച് പ്രോബ്ലം ചോദിച്ചാലും അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് മോൾസിലെ ചേഞ്ച് ആണ് ആ ഗ്യാസിന്റെ. ആർ എന്നുള്ളത് ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഇനി നമ്മൾ പല ടൈപ്പ് എൻതാൽപ്പീസ് ആണ് പഠിക്കുന്നത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, അതുപോലെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഓക്കെ, നമുക്ക് ഓരോ നോക്കാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താ? ഇവിടെ നമ്മളിപ്പോ എൻതാൽപ്പി പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഹീറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് പറയാം. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോള് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ദാറ്റ് ഈസ് ഹീറ്റ് ചേഞ്ച് വെൻ 1 mole of a compound is formed from its elements in their standard state at 298 Kelvin and 1 atm pressure. ഓക്കെ, അതായത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 1 mole ആയിരിക്കണം. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യുക, നമുക്ക് ചിലപ്പോൾ അതൊക്കെ എക്സാമിന് പ്രോബ്ലം വരുന്ന ഒരു ഏരിയ ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറഞ്ഞാൽ 1 mole, ഇപ്പൊ ഇവിടെ CH4 ആണ് വന്നിട്ടുള്ളത്, മീതെയിൻ ആണല്ലോ. അപ്പൊ 1 mole മീതെയിൻ ഏതിൽ നിന്ന് ഫോം ചെയ്യണം? നമുക്ക് പല റിയാക്ഷനിലൂടെ മീതെയിൻ കിട്ടാം. പക്ഷെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറയുന്നത് എന്താണ്? അതിന്റെ ഇപ്പൊ CH4 അല്ലേ, CH4ന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബണും അതുപോലെ ഹൈഡ്രജനും ആണ്. ഓക്കെ, അത് ഈ കാർബണ് അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അത് സോളിഡ് ആണ്. ഓക്കെ, അപ്പൊ കാർബൺ സോളിഡ് പ്ലസ് H2. അപ്പൊ നമുക്ക് CH2 ആണ് കിട്ടുക. അപ്പൊ എന്താണ്? 2 H2 വേണം. അപ്പം C + 2 H2 ഗ്യാസ് ഗീവ്സ് CH4. അപ്പൊ ഇതാണ് എന്ത്? ഇവിടെ അപ്പൊ ഈ കേസിൽ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഡെൽറ്റ HF. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് 298 കെൽവിനും അതുപോലെ 1 atm പ്രഷറിൽ നടക്കുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് എന്ത്? ഡെൽറ്റ 0 HF എന്ന് പറയുന്നത്. അതിനി ഒരു എന്താ പറയാ, ഒരു എലമെന്റിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ അവിടുത്തെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? 0 ആണ് വരിക. അതായത് ഇപ്പൊ ഇവിടെ കാർബൺ ഉണ്ടല്ലോ, ഈ കാർബണിന്റെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിന് സോളിഡ് ഫോമിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? 0 ആണ്. അതുപോലെ H2ന്റെ കേസ്, H2 ഗ്യാഷ്യസ് ഫോമിൽ നോക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം സ്റ്റേറ്റ്. അപ്പൊ അതിന്റെ വാല്യൂ ഡെൽറ്റ HF എന്താണ് വരിക? 0 ആണ്. അതുപോലെ ഇപ്പൊ വേറെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പൊ N2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഓക്സിജന്റെ കേസിൽ O2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് എന്ത്? ഇതിന്റെയൊക്കെ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ NaClന്റെ ഫോർമേഷൻ നമ്മളിപ്പോ NaCl ഒരു മോള് NaCl ഫോം ചെയ്യണം. ഏതിൽ നിന്ന്? NAയിൽ നിന്നും CAയിൽ നിന്നും. ഓക്കെ, എന്നാൽ മാത്രമേ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നടക്കുള്ളൂ. അപ്പൊ NAയും Cl നമുക്ക് അറിയുന്ന കേസാണ്. NA പോലത്തെ നമുക്ക് സോളിഡ് ഫോമിലാണ് നിൽക്കുക, അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. Cl ആയിട്ടാണ് നിൽക്കുക, അല്ല Cl2 ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, അത് നമുക്ക് NaCl കിട്ടണമെന്നുണ്ടെങ്കിൽ Na + Cl2 ഇത് ബാലൻസ് ആയില്ല. അപ്പൊ എന്ത് കിട്ടണം? Na + ½ Cl2 ഗീവ്സ് NaCl. ഇതാണ് ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ റിയാക്ഷൻ. പ്രത്യേകം നോട്ട് ചെയ്യുക, എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ ഒരു മോളായിരിക്കും ഉണ്ടാകുന്ന കോമ്പൗണ്ട്. ഇനിയിപ്പോ H2O ആണെങ്കിലും CH4 ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ അമോണിയന്റെ ഫോർമേഷൻ നോക്കാം, അവിടെ ഇതേപോലെ തന്നെ നമുക്കിപ്പം എന്താണ് നോർമലി നമ്മൾ പറയാറുള്ളത് എന്താണ്? അമോണിയന്റെ ഫോർമേഷൻ N2 + 3H2 ഗീവ്സ് 2NH3 എന്നാണ് പൊതുവെ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഹേബർ പ്രോസസ്സിൽ നമ്മൾ പഠിച്ച അമോണിയന്റെ റിയാക്ഷൻ. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ശരിക്കും എന്താണ്? എൻതാൽപ്പി ഫോർമേഷൻ ആണോ? അല്ല. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടണമെങ്കിൽ എന്താവണം? ഇവിടെ 1 മോളായി മാറണം. 1 മോൾ ആണെങ്കിൽ ഇതിന്റെയൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ എന്താ ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ½ N2 + 3/2 H2 ഗീവ്സ് NH3. ഓക്കെ, അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ് ആണ് ഇത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഓക്കെ അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഒരു കാര്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്.
ഈ ഡെൽറ്റ എച്ച് എഫിന്റെ വാല്യൂ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണോ വരിക, നെഗറ്റീവ് ആണോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കേണ്ടത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് എഫ് മേ ബി എന്താവാം, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവും ആവാം, ഡിപ്പെൻസ് ആണ്. ഓക്കെ, അതായത് ഡെൽറ്റ എച്ച് എഫ് പോസിറ്റീവ് ആകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെൽറ്റ എച്ച് എഫ് പോസിറ്റീവ് ആണെങ്കിൽ അതെന്താണ്, എൻഡോതെർമിക് പ്രോസസ് ആണ്. അതായത് അവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഡെൽറ്റ എച്ച് എഫ് പോസിറ്റീവ് ആണെങ്കിൽ. ഇനി ഡെൽറ്റ എച്ച് എഫ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ് ചെയ്യുക, ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, എക്സോതെർമിക് പ്രോസസ് ആണ് നടക്കുക. അപ്പൊ ഡെൽറ്റ എച്ച് എഫിന്റെ വാല്യൂ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ വാല്യൂ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഡിപ്പെൻസ് ഓഫ് ദ റിയാക്ഷൻ ആണ്. അതായത് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ H2O ലിക്വിഡ് ഫോമിലുള്ള റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ H2O അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് എഫിന്റെ വാല്യൂ വരുന്നത് H2O -285.8 ആണ്. അതായത് നെഗറ്റീവ് ആണ്. അതായത് എന്താ, അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി എൻഡോതെർമിക് എക്സാമ്പിൾ ഇപ്പോൾ നൈട്രിക് ഓക്സൈഡിന്റെ കേസ്, അത് ഡെൽറ്റ എച്ച് എഫ് ഓഫ് NO ഗ്യാസ്, നൈട്രിക് ഓക്സൈഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഡെൽറ്റ എച്ച് എഫിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? പോസിറ്റീവ് ആണ് വരുന്നത്. പോസിറ്റീവ് 90.3 kJ/mol ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കേസ് എന്നുള്ളത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇത്, അതായത് സ്റ്റാൻഡേർഡ് ഫോമിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഡെൽറ്റ എച്ച് എഫ് ഓഫ് O2 അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് എഫ് ഓഫ് കാർബൺ സോളിഡ് ഫോം, ഇതൊക്കെ എന്താണ് വരിക? അതെല്ലാം 0 ആണ് വരിക. ഇനി അടുത്തതാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അപ്പൊ ഇവിടെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറഞ്ഞാൽ ഇവിടുത്തെ ഹീറ്റ് ചേഞ്ച് വെൻ 1 mole ഓഫ് സബ്സ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഇൻ ഓക്സിജൻ. അതായത് ഇവിടെ CH4 കംപ്ലീറ്റ് ഓക്സിജന്റെ പ്രസൻസിൽ എന്ത് കംപ്ലീറ്റ് ബേൺ ചെയ്ത് ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റ് ചേഞ്ച്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇവിടെ കണ്ണും പൂട്ടി പറയാം, ഇവിടെ എന്താണ് ഒരു സാധനം അല്ലെങ്കിൽ കോമ്പൗണ്ട് കമ്പഷൻ നടക്കുക പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യുക? അവിടെ ഹീറ്റ് പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യുക, അല്ലേ? അപ്പൊ ഒരു റിയാക്ഷൻ കമ്പഷൻ ആണ് എങ്കിൽ അവിടുത്തെ എൻതാൽപ്പി എല്ലാ സമയത്തും അതിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ ഹീറ്റിന്റെ റിലീസ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇവിടെ കമ്പഷനിൽ നടക്കുക, അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എൻതാൽപ്പി ഓഫ് കമ്പഷൻ, അതായത് ഡെൽറ്റ എച്ച് കമ്പഷന്റെ വാല്യൂ എന്താണ് വരിക? അത് ഓൾവേസ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണ്. ഇനി അടുത്തത് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ പറയുന്നത് that is heat required to convert 1 mole of a compound or element into a gaseous atom. അപ്പം എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ പറയുന്നത് എന്താണ്? ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 mole of a compound or element into gaseous atom. ഒരു ഗ്യാഷ്യസ് ആറ്റം ആക്കാൻ വേണ്ടി എടുക്കുന്ന, അല്ലെങ്കിൽ 1 mole ഒരു കോമ്പൗണ്ടിനെ അതിന്റെ ഗേഷ്യസ് ഫോമിലേക്ക് അഗേഷ്യസ് ആറ്റായിട്ട് മാറ്റാൻ വേണ്ട ഹീറ്റ് ആണ് ഏത്? എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. ഓക്കെ, അപ്പൊ അത് പറയുന്നത് ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് ഹീറ്റ് അതിന് റിക്വയർഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ആവശ്യപ്പെടാനുള്ള സ്വാഭാവികമായിട്ട് എക്സ്റ്റേണൽ ഹീറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ എക്സ്റ്റേണൽ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, എന്ത് പ്രോസസ്സാ? എൻഡോതെർമിക് പ്രോസസ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ എച്ച് ആറ്റമൈസേഷൻ എന്താണ് വരിക? അത് ഓൾവേസ് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് ആറ്റം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഹീറ്റ് റിക്വയർഡ് എവിടെ കണ്ടാൽ നിങ്ങൾക്ക് അവിടെ കണ്ണും പൂട്ടി പറയാം എന്തായിരിക്കും? അത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇനി എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ നോക്കുകയാണെങ്കിലോ, ഇവിടെ സബ്ലിമേഷൻ നടക്കുമ്പോൾ ആ സമയത്ത് അതിന് വേണ്ട ഹീറ്റിന്റെ എമൗണ്ടിനെ വിളിക്കുന്നതാണ് എന്ത്? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അപ്പൊ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ആവട്ടെ, ഇനി പറയുന്ന എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഇതൊക്കെ എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആണ്, കാരണം ഇതിനൊക്കെ ഹീറ്റ് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പറഞ്ഞാൽ എന്താ? ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 mole ഓഫ് എ സോളിഡ് ഡയറക്ട്ലി ഇൻ ടു വേപ്പർ. ഒരു സോളിഡ് വേപ്പറായി മാറാൻ വേണ്ട ഹീറ്റിന്റെ എമൗണ്ടിനെ വിളിക്കണ എന്ത്? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഓക്കെ, അപ്പം I2 സോളിഡ് എന്തായി മാറി? I2 ഗ്യാസ് ആയിട്ട് മാറി. അപ്പൊ ആ നടക്കുന്ന പ്രോസസ് എന്താണ്? ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ്. സോ
അത് ഇവിടുത്തെ ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ എൻഡോതെർമിക് ആണ്. ഇനി എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുക അല്ലേ? അതായത് ഹീറ്റ് അബ്സോർബ് വെൻ 1 mole ഓഫ് സോളിഡ് മെൽറ്റ് ഇൻ ടു ലിക്വിഡ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ H2O അല്ലെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്തിട്ട് എന്തായി മാറി? വാട്ടർ ആയിട്ട് മാറി. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്ന അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് ആണ് ഏത്? എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? ഇത് ഐസ് ഉരുകി ലിക്വിഡായി മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെമ്പറേച്ചർ ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യുക, ആണല്ലോ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. സോ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ, ഡെൽറ്റ എച്ച് ഫ്യൂഷന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. ഇനി എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താണ്? ഇവിടെ H2O 1 മോള് H2O അല്ലെങ്കിൽ വാട്ടർ എന്തായിട്ട് മാറുക? അത് നീരാവിയായിട്ട് മാറുക അല്ലേ? അപ്പോൾ ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 mole ഓഫ് ലിക്വിഡ് ഇൻ ടു വേപ്പർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, ഡെൽറ്റ എച്ച് വേപ്പർ. ഓക്കെ, ഇനി ഡെൽറ്റ എച്ച് വേപ്പറും ഇവിടെ വേപ്പറൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എക്സ്റ്റേണൽ ആയിട്ട് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ ആ സിസ്റ്റം ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ടാണ് അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. സോ ഇവിടെ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്, അത് പോസിറ്റീവ് ആണ്. സോ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇത് പറയാൻ കാരണം ഇതൊക്കെ എക്സാമിന് എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ. അറിയാലോ എന്താ എൻതാൽപ്പി അയണൈസേഷൻ? എന്താ നമ്മൾ പഠിക്കുന്നതാണ് അയണൈസേഷൻ എനർജി. ദാറ്റ് ഈസ് എനർജി റിക്വയർഡ് ടു റിമൂവ് 1 mole ഓഫ് ഇലക്ട്രോൺ ഫ്രം 1 mole ഓഫ് ഗേഷ്യസ് ആറ്റം. അതായത് ഇപ്പൊ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എക്സ്റ്റേണൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന അതാണല്ലോ എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ. സോ Na gives Na പ്ലസ് ഇലക്ട്രോൺ. അപ്പൊ ഇതെന്താണ്? ഇവിടെ എനർജി റിക്വയർ ചെയ്യല്ലേ? സ്വാഭാവികമായിട്ടും ഇതിന്റെ വാല്യൂ എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി എൻതാൽപ്പി ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. ഇതെന്താ? ഹീറ്റ് ചേഞ്ച് വെൻ 1 mole ഓഫ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു 1 mole ഓഫ് ഗേഷ്യസ് ആറ്റം. അതായത് ഇപ്പൊ ഒരു ക്ലോറിൻ ഗ്യാസ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ എന്തോ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് ആണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പിന്നെ ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നിങ്ങൾ നോക്കുക, എല്ലാ സമയത്തും എന്തല്ല നെഗറ്റീവോ പോസിറ്റീവോ അല്ല. ഇവിടെ നോക്കുക എന്താ? യൂഷ്വലി എന്തായിരിക്കും? മെജോറിറ്റി റിയാക്ഷനിലും ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? അത് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ എക്സോതെർമിക് ആണ്. അതേസമയം നമ്മളിപ്പം ഒരു നോബിൾ ഗ്യാസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് 8 എലിമെന്റ്സിന്റെ റിയാക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ എൻതാൽപ്പി ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താ വരിക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അവിടെ ആ കേസിൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഏതിന്റെ? നോബിൾ ഗ്യാസിന്റെ കേസിൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ് വരിക? എൻതാൽപ്പി ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി മേ ബി അത് നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആവാം. നേരത്തെ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് വന്നത്? അവിടെയും നമുക്ക് കിട്ടിയ എന്താണ്? പോസിറ്റീവോ നെഗറ്റീവോ ആകാമായിരുന്നു. ഇനി അടുത്തത് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ. എന്താണ്? ഒരു ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുക അല്ലെ? സോ ദാറ്റ് ഈസ് ഹീറ്റ് റിക്വയർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് എ പെർട്ടിക്കുലർ ബോണ്ട് ഇൻ എ ഗേഷ്യസ് മോളിക്കൂൾ. അതായത് ഇപ്പൊ H2 ഗേഷ്യസ് മോളിക്കൂളിന്റെ നമ്മൾ എന്ത് ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ മോളിക്കൂളിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 ഹൈഡ്രജനായി സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ട കൊടുക്കേണ്ട എനർജിയാണ് എന്ത്? ഹീറ്റ് എനർജിയാണ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ. അപ്പൊ ഇവിടെ ഹീറ്റ് നമ്മൾ കൊടുക്കല്ലേ, ബ്രേക്ക് ചെയ്യല്ലേ, സ്വാഭാവികമായിട്ടും അതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? അത് പോസിറ്റീവ് വാല്യൂ ആണ്, അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ് വരിക. ഓക്കെ, ഇനി അടുത്തത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഇപ്പോൾ എക്സോതെർമിക് ആവട്ടെ എൻഡോതെർമിക് ആവട്ടെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം അവിടുത്തെ ഓവറോൾ ഹീറ്റ് ചേഞ്ച് ആണ് എന്ത്? അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്തുള്ള ഓവറോൾ ഹീറ്റ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നമുക്ക് ഏത് റിയാക്ഷൻ കിട്ടിയാലും അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? അതിന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ അവിടുത്തെ എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ്
എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, അതായത് ഈ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ആർ ലെസ് ദാൻ നെഗറ്റീവ് ആണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും, അത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ സി ഇപ്പൊ ഏത് എൻതാൽപ്പി അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ എൻതാൽപ്പി ആർ ഡെൽറ്റ എച്ച് ആർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെയും എൻതാൽപ്പി ഓഫ് റിയാക്ഷനും പോസിറ്റീവോ നെഗറ്റീവോ വരാം. ഇത് വരുന്നൊരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഹെസ്സസ് ലോ. ഓക്കെ, ഹെസ്സസ് ലോ ഇൻ തെർമോഡൈനാമിക്സ്. അപ്പൊ ഹെസ്സസ് ലോ പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ റിയാക്ഷനിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് എന്നുള്ളത് അത് ഇനി ഒന്നിലധികം സ്റ്റെപ്പിലൂടെ നടന്നാൽ പോലും അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും. അതെങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ നോക്കൂ, ഇപ്പൊ എ എന്നുള്ളത് എ ബി ആയിട്ട് മാറാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടല്ലോ ഡെൽറ്റ എച്ച്, ആ എൻതാൽപ്പി ചേഞ്ച് എന്തിന് ഈക്വൽ ആയിരിക്കും നോക്കാം. ഈ എ എന്നുള്ളത് ഒറ്റ സ്റ്റെപ്പിൽ ബി ആയി മാറി. ഓക്കെ, ഇനി എ എന്നുള്ളത് ഒറ്റ സ്റ്റെപ്പിൽ മാറാണ്ട് ആദ്യം എന്തായി മാറി, അത് എ എന്നുള്ളത് സി ആയിട്ട് മാറി, പിന്നെ സി ഡി ആയിട്ട് മാറി, എന്നിട്ട് ഡി ആണ് പിന്നെ എന്തായി മാറുന്നത്, ബി ആയി മാറുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 പ്രോസസ്സിലൂടെയാണ് എന്ത് നടക്കുന്നത്, എയിൽ നിന്ന് ബി ആയിട്ട് മാറുന്നത്. അപ്പോ എസ് എസ് ലോ പ്രകാരം ഇവിടുത്തെ ഉണ്ടാകുന്ന എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കുക ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ഇവിടെ ഇപ്പൊ 3 സ്റ്റെപ്പായിട്ട് നടന്നത്. അപ്പൊ ഓരോന്നിലും, അതായത് ഡെൽറ്റ എച്ച് 1, രണ്ടാമത്തെ നോക്കുക സിയിൽ നിന്ന് ഡിയിലേക്ക് മാറുന്ന സമയത്തിൽ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് 2 ആണ്, ഇനി ഡിയിൽ നിന്ന് ബിയിലേക്ക് മാറുമ്പോൾ ഡെൽറ്റ എച്ച് 3 ആണ്. അപ്പോ ഇവിടുത്തെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെന്നായിരിക്കും, ഡെൽറ്റ എച്ച് പറഞ്ഞാൽ സം ഓഫ് ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 ആൻഡ് ഡെൽറ്റ എച്ച് 3 ആയിരിക്കും. ഓക്കെ, അതാണ് ഹെസ്സസ് ലോ പറയുന്നത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. അതായത് ഇവിടെ ഇനി എത്ര സ്റ്റെപ്പ് നടന്നാലും, എയിൽ നിന്ന് ബി ആയിട്ട് മാറാൻ, ഇപ്പൊ ഈ എക്സിൽ നിന്ന് വൈ ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ അതിന് എത്ര സ്റ്റെപ്പ് എടുത്താലും, അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ സ്റ്റെപ്പ് ആണെങ്കിലോ ഇനി ഒരുപാട് സ്റ്റെപ്പ് എടുത്താൽ പോലും അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും, അത് സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഹെസ്സസ് ലോ. In other words, the overall heat change depends only on the initial and final state of the system, not on the pathway. Okay. ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഓവറോൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഓവറോൾ ഈക്വൽ ടു സമ്മേഷൻ ഡെൽറ്റ എച്ച് ഇൻഡിവിജ്വൽ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് അങ്ങനെ എത്ര സ്റ്റെപ്പ് ഇൻഡിവിജ്വൽ സ്റ്റെപ്പിലൂടെ നടക്കുന്നത് അതിന്റെയൊക്കെ എൻതാൽപ്പീസിന്റെ സം ആയിരിക്കും എന്ത് വരിക, ഇവിടുത്തെ ഓവറോൾ എൻതാൽപ്പി ചേഞ്ച്. ഈ ഓവറോൾ എൻതാൽപ്പി ചേഞ്ച് അതിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് അതിന്റെ എന്താ പറയാ, അത് ഏതൊക്കെ പാത്തിലൂടെ പോയിട്ടാണ് ആ ഫോം ചെയ്തതെന്നുള്ളത് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നോക്കുക എനർജി, ഇവിടുത്തെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഇവിടെ ലോസ് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുതുതായിട്ട് ഫോം ചെയ്തോ, ഇല്ലല്ലോ. അതായത് ഇതെന്താണ് ശരിക്ക്, ഇവിടെ ഒരു സ്റ്റേറ്റിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കൺസർവേഷനാണ് പറയുന്നത്, എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൺസർവ്ഡ് ആയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇത് നമുക്ക് പറയാൻ പറ്റും എസ് എസ് ലോ എന്താണ്, തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു ബേസിലാണ് എസ് എസ് ലോയും പറയുന്നത്. ഓക്കെ, അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്, ഓൺലി ട്രാൻസ്ഫോം ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇവിടെ അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോ എയിൽ നിന്ന് ബി, ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുന്നത് എന്താണ്, എയിൽ നിന്ന് ബി ദെൻ സി ആയിട്ട് മാറാണ്. അതേസമയം രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് സി ഡയറക്റ്റ് ആയിട്ട് മാറാണ്. അപ്പൊ ഒന്നാമത്തെ കേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് മാറുന്ന സമയത്ത് ഡെൽറ്റ എച്ച് 1 ആണ് അടുത്ത എൻതാൽപ്പി ചേഞ്ച്, ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് മാറുമ്പോൾ ഡെൽറ്റ എച്ച് 2 ആണ് അടുത്ത എൻതാൽപ്പി ചേഞ്ച് എങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് മാറുന്ന സമയത്ത് ഡെൽറ്റ എച്ച് 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറഞ്ഞൂടെ, എങ്ങനെയായിട്ട് പറയാൻ പറ്റും, അതായത് ഇത് 1, 2 സ്റ്റെപ്പ്, ഇത് ഒറ്റ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഓരോ സ്റ്റെപ്പിന്റെ സമ്മായിരിക്കും ഏത് വരിക, ഈ ഒറ്റ സ്റ്റെപ്പ് വരിക. അതായത് ഡെൽറ്റ എച്ച് 3 ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2. ഓക്കെ, അപ്പൊ എസ് എസ് ലോ വെച്ച് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റും, പല ഇതിന്റെയും ബോണ്ട് എന്താൽപ്പി കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എസ് എസ് ലോന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.